ഹലോ ഗായ്സ്, എല്ലാവരും എന്തൊക്കെ പറയുന്നു? പഴങ്കഞ്ഞി കുടിക്കാൻ തുടങ്ങുകയാണ്. ക്രിയാനൊക്കെ പഴങ്കഞ്ഞി വേണ്ടി ചമ്മന്തി ഉണ്ട്, കുറച്ച് കുഞ്ഞുള്ളി, ഉണക്ക കാന്താരി, ഒരു കഷ്ണം മീനും അതിൻ്റെ ചാറും, എന്നിട്ട് ഇങ്ങനെ കൂട്ടിയാൽ കുഴച്ചിട്ട് പരിപാടി. ഓ എമ്മി എമ്മിയാണോ? എലി എന്നാ കഴിക്കണേ? എലി എന്നാ കഴിക്കാൻ പോണേ? എലി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? എലി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? കഞ്ഞി കുടിച്ച് അതിന് ഏലിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഏലി കുറച്ച് കഞ്ഞി കുടിച്ച് കഴിയുന്നു. പക്ഷെ അവർക്ക് കഞ്ഞി അത്ര വലിയ താല്പര്യമില്ല. നമുക്ക് ഏലിയുടെ ഓട്സ് എലി കഴിക്കുക. എന്നാ എലി കഴിക്കണേ? കഴിക്കുന്നേ ഓട്സ്. ഓട്സ് കഴിക്കുകയാണ്. എമ്മിയാണോ? എമ്മിയാണോ? സൂപ്പറാ. എന്നെ എടുക്കുവാ? ടി വി കാണുവാണോ? ആണോ? പരിപാടിയൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫിൽ ഇന്നത്തെ പരിപാടി ചുമ്മാ ഇരിപ്പാണ്. അപ്പോൾ സിനിമ കാണുക. ലൂസിഫർ കണ്ടോണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി കഴിച്ചിട്ട് വൈകിട്ട് നമുക്ക് കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാം. അതൊക്കെയാണ് പ്ലാൻ. അല്ലേ എലി? എലി ചായ ഉണ്ടാക്കുവാണോ? ചായ ഉണ്ടാക്കി തരുമോ അമ്മയ്ക്ക്? താങ്ക് യു. എമ്മിയാ അനുസരിക്കും. അറിയാമേ ഇതെന്നാ പരിപാടി അറിയാമേ? ചോറൊക്കെ തിന്ന് ബോറടിച്ചപ്പോ ഞാൻ ഇന്ന് ഉച്ചക്ക് പൊറോട്ട കഴിച്ചേക്കാം. പൊറോട്ടയ്ക്ക് എന്നാ കറി? ഇന്നലെ ഉണ്ടാക്കിയ മീൻകറി ഇരിപ്പുണ്ടല്ലേ? അപ്പൊ നമ്മുടെ മീൻകറിയും പൊറോട്ടയും കഴിക്കാം. ഈ കോഴിക്കോടൊക്കെ അങ്ങോട്ടാ കഴിക്കാറുണ്ടെന്നോ? തേങ്ങ അരച്ച മീൻകറി നല്ലതായിരിക്കും. ഒന്ന് തകർത്തേക്കാം. ഇത് കഴിഞ്ഞിട്ട് എന്നാ റെഡി? വൈകിട്ട് നമുക്ക് എബിനൊക്കെ വരും പറയാം. ചേട്ടനും ചേച്ചിയൊക്കെ വരും. ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ അവർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നമുക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇന്ന് ഉണ്ടാക്കാം. ഓക്കെ. എന്നാ കഴിക്കുന്നേ? പൊറോട്ട. പിന്നെ എന്നതാ? മീമീന്ന് പറ. ചൂടാണ്. ഓ സോറി. ഇതിന് മുമ്പ് കത്തിയൊക്കെ ആയിട്ട് ആലോചിച്ചിരിക്കുന്നേ. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തോണെങ്കിലേ നമുക്ക് എത്ര പപ്സ് കിട്ടും എന്നിങ്ങനെ ആലോചിക്കുന്നു. ഇത് പിന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് വേണം. നമുക്ക് ഇത്രയും പേരില്ലേ, ഞാൻ കടയിൽ പോയി മേടിക്കാൻ പഠിച്ചു. ഇപ്പോൾ ഇവിടെ ഇരുന്ന പപ്സിൻ്റെ പേസ്ട്രി കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതാകുമ്പോൾ ഈസി അല്ലേ. ഹൽദി കിട്ടിയ സാധനം, ഹൽദിയിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പപ്സിൻ്റെ ഉണ്ടാക്കാനുള്ള നമ്മുടെ മാവ് നമുക്ക് മേടിക്കാൻ കിട്ടും. പപ്പ് പേസ്ട്രി ആയിട്ട് നമ്മുടെ ഹൽദിയിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. ഇതിൻ്റെ 2 കോടി താഴെ കൊടുക്കുന്നതല്ല. ഇതൊരു ഷീറ്റിൻ്റെ അകത്ത് നമുക്കൊരു 8 പപ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 8 പപ്സ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ആക്കി നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം. മസാലയൊക്കെ അപ്പോൾ ഉണ്ടാക്കിയോമോ? മസാല നമ്മൾ സാധാരണ മുട്ട കറിയൊക്കെ ഉണ്ടാക്കുന്ന അതേ മസാല തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മസാലയൊന്നും ഇതിനു വേണ്ടി ഞാൻ സമയം കളഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമുള്ളൂ. സാധാരണ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന മസാല മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അങ്ങനെ അത് വെച്ച് ഉണ്ടാക്കാം എന്നൊരു ഓർത്ത ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്കൊരു മുട്ട അടിച്ച് ഇതിന്റെ മുകളിൽ തൂക്കാൻ വേണമായിരിക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് മുട്ട വെക്കുക, പുഴുങ്ങിയ മുട്ട വെക്കുക. പിന്നെ മേളിലൊരു മുട്ട മറ്റേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. അത് കാണിച്ചില്ല. എനിക്കൊന്ന് എല്ലാവർക്കും തന്നെ പപ്സ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാൻ തോന്നുന്നു. മിക്സ് നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഈസി പരിപാടിയാണ്. ഇവിടെ നമുക്ക് ഈ പഫ് ഷീറ്റ് കിട്ടുന്നുണ്ട്, ഭയങ്കര എളുപ്പമാണ്. എനിക്ക് തോന്നുന്നത് നാട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ ലെയറൊക്കെ ആയിട്ടിരുന്ന് അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സാധനമുണ്ട്. അത് വെറൈറ്റി സാധനം. അതിൻ്റെ റെസിപ്പി എന്താണ്? അതൊരു ഇറ്റാലിയൻ ഒരു ഐറ്റമാണ്. ഇത് കൈൻഡ് ഓഫ് പിസ്സ പോലെ ഇരിക്കും. എന്നാൽ പിസ്സയല്ല, എന്നാ ഒരു സാധനം. പേരൊന്നും ഇല്ലല്ലേ? പേരൊന്നുമില്ല. എനിക്ക് അതിന്റെ പേരൊന്നും പണ്ടതൊക്കെ കണ്ടും കഴിച്ചിട്ടൊക്കെ ഉള്ള. അപ്പൊ അതിന്റെ ഇതിൽ കൊണ്ടാക്കണം. ഇതന്നെയല്ലേ അറിയാമ പരിപാടി? നൂലുകൊണ്ട് ഞാൻ മുട്ട ഹാഫ് ആക്കുക. നമ്മള് പഫിന് വെക്കണ്ടേ, അതിന് വേണ്ടി. കണ്ടോ, ഇത് പുതിയ വെറൈറ്റി ഐഡിയ ആണോ? എളുപ്പമുള്ള പരിപാടി. ഇത് കണ്ടോ, നമുക്ക് മുട്ട കൃത്യമായിട്ട് കിട്ടും. കത്തി കൊണ്ട് കട്ടിയാൽ ചിലപ്പോ കയറി ഇറങ്ങിയൊക്കെ കിട്ടും. പൊടിഞ്ഞൊക്കെ പോകും കത്തി കൊണ്ട് കട്ടി. ഇതാവുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട്
നിസ്സാര പരിപാടിയേ ഉള്ളൂ. അതെ, ഈസി. എനിക്കൊന്നും ഇത് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം. അറിയാവുന്ന നാട്ടിലൊക്കെ എല്ലാം ചെയ്യുന്നവരുടെ അല്ലേ അത്? വൃത്തിയായിട്ട് ഉണ്ടാക്കി വെച്ച മസാല നമ്മുടെ വീട്ടിലോട്ട് ഇടുക, മുട്ട വെക്കുക, ഓവനിൽ കഴിയും, പരിപാടി കഴിയും. പരിപാടികൾ ഓൾമോസ്റ്റ് പരിപാടിയാണ്. ഇനി നേരം ഓവൻ ഹീറ്റ് ചെയ്യുക, ഓവൻ വെക്കുക, പപ്സ് കഴിക്കുക. ടാസ്ക് പരിപാടിയാണ്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ള പരിപാടി ഇത്. ഈ മടക്കി ഇങ്ങനെ പൊട്ടിപ്പോകാതെ വെക്കണമല്ലോ. അതിനൊരു ഓട്ടമുണ്ട് കേട്ടോ. അടക്കമുണ്ടോ? എനിക്കിതിനെ കുറിച്ചൊരു ധാരണ. നമ്മളിങ്ങനെയൊക്കെ പഠിക്കണേ. ഐ എം നോട്ട് പ്രൊഫഷണൽ ഫോർ മുട്ട. സോറി, മുട്ട പപ്സ്. ഓ ക്ഷമിക്കുന്നില്ലേ, എന്താണ് ടങ് ട്വിസ്റ്റൊക്കെ നടക്കുന്ന സംഭവിക്കില്ലോ. അതല്ല എല്ലാത്തിലും ആയോ? നമ്മൾ പപ്സിന്റെ എല്ലാം മിക്സ് റെഡിയാക്കി നമ്മൾ പപ്സ് ഓവനിൽ കയറ്റാൻ പോയാണ്. കണ്ടിട്ട് ചെറിയ പപ്സാന്ന് തോന്നുന്നു. ചെറിയ പപ്സാണ്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ലുക്സ് എമ്മി ഡെലീഷ്യസ്. ഭയങ്കര ചൂടായിരിക്കും ഇപ്പം തിന്നെ. കണ്ട ക്രിസ്പിയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പപ്സ് നമ്മൾ തകർക്കാൻ പോവാണ്. നല്ല ടൊമാറ്റോ സോസൊക്കെ മുക്കി നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന പോലെ. ബേക്കറിലൊക്കെ ടൊമാറ്റോ സോസ് അല്ലേ? പപ്സ് ഉണ്ടോ? നല്ല ക്രിസ്പി കേട്ടോ. ക്രിസ്പി യമ്മി യമ്മി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ബേബു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാം എത്തിയിട്ടുണ്ട്. നിങ്ങള് ട്രാഫോർട്ട് മാളിൽ പോവാന്ന് പറഞ്ഞത് രാവിലെ ഇറങ്ങിയിട്ട് 3 മണിയായിട്ട് പോലും വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ടീമുകളാണ്. ബൗണ്ടറി ഹോട്ടലിൽ വല്ലതും ഉണ്ടായിരുന്നോ? അവിടെ ഓഫർ ഇല്ലായിരുന്നു. കൈ പോലും കഴുകാതെ പപ്സ് സീറ്റ് എല്ലാരും. പപ്സ് കഴിഞ്ഞു എത്ര ഉണ്ടെന്ന് പപ്സ് കണ്ടേ? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാനിവിടെ ഉണ്ടായിരുന്ന. എൽസിപ്പാ അതിന്റെ പേര് പപ്സ്. ചിക്കൻ വറുക്കുവാണോ? ചിക്കൻ വറുക്കാൻ ടച്ചിങ്സിന് മാത്രമല്ല, ഞങ്ങൾക്ക് ഇറക്കൂലേ? ചിക്കൻ വറുക്കുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്. അല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് പറയുന്നു എമ്മി എമ്മിന്ന്. നമ്മൾ ഇന്ന് വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ഇറ്റാലിയൻ ഒരു പാസ്ത പോലെ പിസ്സ പോലത്തെ സാധനം. പേര് എനിക്കറിയില്ല, അതാണ് നൈസ് ഒരു ഡിന്നറാണ്. ഈസി ആൻഡ് എമ്മി. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രേയിലോട്ട് ഫസ്റ്റ് നമ്മുടെ പേസ്ട്രിയുടെ ഷീറ്റ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് എന്താ പറയുക ഹാം, കുക്ക് ഹാമാണ്. ഹാം കൃത്യമായിട്ട് അടിക്കലിച്ച് നോക്കണം. പിസ്സ പോലെയൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം.
മിസ് ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഹാമ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചീസ് വെക്കും. ചെടാ ചീസിൻ്റെ സ്ലൈസ് കുറച്ച് ഹെവിയാണ് സാധനം, നൈസാണ്. അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പൊട്ടറ്റോയാണ്. പൊട്ടറ്റോ നമ്മൾ കുഞ്ഞായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒലിവ് ഓയിലും ബേസിൽ ലീവ്സ് കുറച്ച് മിക്സ് ചെയ്യും, കുറച്ച് നമ്മുടെ ഗ്രേറ്റഡ് ചീസ്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇത്രയും വിട്ട് ഇതിൻ്റെ മേലിൽ ലെയർ ചെയ്യുന്നു. ഓയിൽ വെക്കുന്നു 15 മിനിറ്റ് സാധാരണ സക്സസ്. കാണിയാം കുറച്ച് മിക്സ്ഡ് ഹെർബ്സ്, ബ്രെഡ് ക്രംസ്, അങ്ങനെ നമുക്ക് കുറച്ച് പെപ്പറും കൂടെ കാണിക്കാം. നമ്മുടെ ടേസ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പെപ്പർ ആഡ് ചെയ്യാം. ശരിക്കും ഇതിൻ്റെ ഓതൻറ്റിക് വേർഷനകത്ത് പെപ്പർ ഇല്ല. നമ്മുടെ ഒരു ടേസ്റ്റിന് എല്ലാവർക്കും കുറച്ചുകൂടെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ കുറച്ച് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. സോൾട്ട് നോക്കണ്ടേ? ലാസ്റ്റ് മിക്സ് നമ്മൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് നമ്മുടെ ചീസിൻ്റെ പൊടികളിടുക. പിന്നെ ഇത് ഞാൻ കുറച്ച് ചെടാറ് തന്നെ കുറച്ച് ഇടുന്നു ഫോർ മൈ ടേസ്റ്റ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരെ ഇതിനോട്ടിടുക, നന്നായിട്ട് സെറ്റ് ചെയ്ത് നല്ല മണമൊക്കെ തന്നെ ഉണ്ട്. ചീസിൻ്റെ പൊടി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉമ്മ കുറച്ച് ചീസിയാണ് ചീസി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ബർത്ത്ഡേ ആണ്. അത് പ്രമാണിച്ച് നമ്മൾ അവരെ കൊണ്ട് കേക്കിന് പകരം ഇന്ന് നമ്മൾ പിസ്സ പോലത്തെ ഒരു സാധനം നമ്മൾ കട്ട് ചെയ്യും. പേര് എനിക്കറിയത്തില്ല. ഇതിന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ തൊർത്തില്ല കോൺകറൊക്കെ പറഞ്ഞ ഒരു സാധനമാണ്. കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ശരിയല്ലേ? അങ്ങനെയല്ലേടാ ഞാൻ കട്ട് ചെയ്തത്. അല്ല, ആ വളഞ്ഞു പോയി. This is not a cake. This is not cake. It is a pizza. Someone's pizza. ചൂടാണല്ലോ. അയ്യോ ചൂടാടി. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്നതല്ലേ ഇല്ല, അത് തുറക്കുന്ന ഇടയ്ക്ക് എങ്ങനെയുണ്ട് ചേച്ചി?